എറണാകുളം എളമക്കരയിൽ നടന്ന സംഭവം വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമാണ്. മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവം വല്ലാതെ നമ്മളെ വേദനിപ്പിച്ചിരുന്നു. ആ കേസിൽ വീണ്ടും നടുക്കുന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിടുന്നത്. പെൺകുട്ടി 1 വർഷമായി 6 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് ഓർക്കണം. 1 വർഷമായി പീഡനത്തിനിരയായിരുന്നതായും മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡിപ്പിക്കപ്പെട്ടുവെന്നുമാണ് കണ്ടെത്തൽ. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പീഡനത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് കുട്ടിയുടെ അമ്മയുടെ മൊഴി. റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, അതനുസരിച്ച് പിന്നെ മുൻകൂട്ടി പോവാം. അതെല്ലാം ഇൻവെസ്റ്റിഗേഷനോട് ഭാഗമായിട്ട് അത് പറ്റി പറയാൻ പറ്റില്ല. നമുക്ക് മറ്റേ പീഡിപ്പിക്കട്ടുള്ളതുണ്ട്. അതുകൊണ്ടാണ് കേസ് ആൾട്ടർ ചെയ്തിട്ട് നമുക്ക് 302 പോക്സോ കേസും അഡീഷണൽ ആയിട്ട് ആഡ് അല്ല. അത് കൃത്യമായിട്ട് നോക്കും. നമുക്ക് എവിഡൻസ് ഉണ്ട്, അതനുസരിച്ച് പോവാം. മറ്റേ അത് ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, കൊച്ചിയൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സമയമാണ്. അതെന്തെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അത് ഒരുമിച്ചിരിക്കൂടെ ഫാമിലിനകത്ത് നടന്നിട്ടുള്ളതാണ്. അത് പിന്നെ നമുക്ക് അന്വേഷിച്ചാലേ അറിയാൻ പറ്റും. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായി. ഇതാണ് ലഭിക്കുന്ന വിവരം. അതായത് അമ്മയ്ക്ക് ഈ പീഡന വിവരത്തെക്കുറിച്ച് അറിയില്ല. കഴിഞ്ഞ 1 വർഷമായി ഈ 6 വയസ്സുകാരിയായ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു. മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പോലും ഈ പീഡനം നടക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അച്ഛൻ ഈ മകളെ കൊന്ന് ഈ കുഞ്ഞ് വിഷം കഴിച്ച് മരിച്ച നിലയിലും അച്ഛൻ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു കണ്ടത്. ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരാനുണ്ടോ എന്നുള്ളതൊക്കെയാണ് കാത്തിരുന്ന് കാണുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുക. ഡാനി, ഇത് ആകപ്പാടെ ഒരുപാട് അസ്വാഭാവികതകളുണ്ട് ഈ സംഭവത്തിൽ, സംശയമില്ല. നമുക്ക് ഒന്ന് വ്യക്തമാകാത്ത തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു കൊലപാതകം, ഈ മരണം തന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒന്നാണ്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും കാര്യമായ അന്വേഷണം വേണ്ടിവരും. രഞ്ജിത്ത്, കാര്യമായ അന്വേഷണം തന്നെ വേണ്ടിവരും, സംശയമില്ല. കാരണം ഇതിൽ വല്ലാതെ ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തതയില്ലായ്മയിലേക്കാണ് പോകുന്നത്. ഈ ആത്മഹത്യയും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ മരണം, കുഞ്ഞിൻ്റെ കൊലപാതകവും എല്ലാം തന്നെ വരുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരു അന്വേഷണവും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളുമെല്ലാം ഈ എന്തെങ്കിലും കുടുംബ വിഷയങ്ങൾ എന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയിരുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം, വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഈ അന്വേഷണത്തിൻ്റെ, ഇതുവരെ ഉണ്ടായിരുന്ന ഈ നിഗമനങ്ങൾ ഇതെല്ലാം തന്നെ അപ്പാടെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് പോവുകയാണ്. കാരണം കുട്ടി 1 വർഷത്തോളമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം പറയുന്നത്. അതുമാത്രവുമല്ല, ഈ കുട്ടി മരണപ്പെടുന്നതിന് മുൻപും പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് ഇത് പറഞ്ഞ് വ്യക്തമാക്കുക? കാരണം ഇതിൽ വല്ലാത്ത രീതിയിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നു. അതുമാത്രവുമല്ല, കുട്ടിയുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരറിവുമില്ല എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ മൊഴികളെയും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. കാരണം അവരോട് പലവട്ടം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചപ്പോഴൊന്നും അവർക്ക് ഇതിനെക്കുറിച്ച് ഒരറിവ് പോലുമില്ല എന്ന് തന്നെയാണ് പോലീസും സമർത്ഥിക്കുന്നത്. എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത്. പോലീസ് പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഇതിൽ വലിയ രീതിയിൽ അന്വേഷണം വേണം. കാരണം ഇതിൻ്റെ ഒരു സത്യം പുറത്തു വരണം. ഈ കുട്ടി ആരാണ് പീഡിപ്പിച്ചത്, എന്താണ് സത്യത്തിൽ അവിടെ നടന്നത്, ഈ ദിവസങ്ങളിൽ അത്രയും എന്ത് നടന്നിരുന്നു എന്നതെല്ലാം തന്നെ വ്യക്തതയിലേക്ക് വരണം. അവരൊരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഈ കുട്ടിയുടെ അമ്മ, അവർ മാത്രമായിരുന്നു അവിടെ ജോലിക്ക് പോയിരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളെ അവരൊരു ഷോപ്പിംഗ് മാളിലൊരു കടയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുട്ടിയുടെ പിതാവ്, ആത്മഹത്യ ചെയ്ത ഈ കുട്ടിയുടെ പിതാവാകട്ടെ കഴിഞ്ഞ കുറേ നാളുകളായി ജോലിക്കൊന്നും പോകാറില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ വരുമാനത്തെ, ഈ കുട്ടിയുടെ അമ്മയുടെ വരുമാനത്തെ ആശ്രയിച്ച് മാത്രമാണ് ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാമ്പത്തിക ക്ലേശങ്ങളും കാര്യങ്ങളുമെല്ലാം ഒരു അസ്ഥിരത അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ കുട്ടിയുടെ കൊലപാതകവും ഇയാളുടെ ആത്മഹത്യയും എല്ലാം തന്നെ നടന്നിരിക്കുന്നത്. അതിനേക്കാൾ ഭീകരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത്. 6 വയസ്സുകാരി കഴിഞ്ഞ് 1 വർഷത്തോളമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നതെല്ലാം തന്നെ വരുന്നത് ഏവരിലും ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം ഇത് എങ്ങനെ സംഭവിച്ചു? ഒരു കുടുംബത്തിനകത്ത് തന്നെ ഇതെല്ലാം തന്നെ സംഭവിക്കുന്നു. ആർക്കും അറിയാത്ത രീതിയിലേക്ക് പോകുന്നു. അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള വ്യക്തതയുമില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ജനുവരി 16 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് അമ്മ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നത് ഇയാളും, ഈ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ പിതാവും ഈ കുട്ടിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത്.
തിരിച്ച് വരുമ്പോഴേക്കും വീട് പൂട്ടിയിരുന്നു. കുറേ നേരവും അവർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടൊന്നും വീട് തുറക്കാത്ത അവസ്ഥയിലായിരുന്നു. പിന്നീട് ആ രാത്രി ഏതാണ്ട് ഇവർ രണ്ടുപേരെയും കാത്തിരിക്കുന്നു എന്ന രീതിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇത് പന്തിയല്ല എന്ന് തോന്നുമ്പോൾ അവരുടെ ബന്ധുവിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ഇയാൾ ബലം പ്രയോഗിച്ച് കതക് തുറന്ന് അകത്ത് കയറുമ്പോഴാണ് ഇങ്ങനെ രംഗം കാണുന്നത്. അയാൾ തൂങ്ങി മരിച്ചിരിക്കുന്നു, കുട്ടി കട്ടിലിൽ കിടക്കുന്നു, ജീവനില്ല എന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നു. പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടവും എല്ലാം തന്നെ കഴിയുകയും ചെയ്തു. ആദ്യഘട്ട ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ കുടുംബ പ്രശ്നങ്ങളോ പ്രാരാബ്ദങ്ങളോ ആ രീതിയിലുള്ളൊരു നിഗമനമായിരുന്നു. അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം തന്നെ അലട്ടിയിരുന്ന അങ്ങനെയായിരുന്നു പൊതുവിലുണ്ടായിരുന്ന ഒരു പറച്ചിലെന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് ആളുകളും ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്, കുടുംബത്തിലുള്ളവർ തന്നെ ഇത് മനസ്സിലാക്കുന്നത്. ഇതിന് വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് സമഗ്രമായ രീതിയിൽ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഈ കുടുംബത്തെയും, അതായത് ഇപ്പോൾ അവശേഷിക്കുന്ന അമ്മ, അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കൾ, ഇവരെല്ലാവരെയും ചേർന്ന് നിന്നുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോകണം. ഏതെങ്കിലും രീതിയിൽ ഇയാളുടേതടക്കമുള്ള മൊബൈൽ ഫോണുകളൊക്കെ ഉണ്ട്, അതെല്ലാം തന്നെ വിശദമായ പരിശോധനയിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആരെ സംശയിക്കണം എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. ഇത് എന്താണ്, എവിടെയാണ് ഇത് തുടങ്ങേണ്ടത്? എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുള്ള വലിയ ശ്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതാണ് ഈ ഡാനി ഈ പറഞ്ഞതുപോലെ അമ്മയും അച്ഛനും ഈ കുഞ്ഞും മാത്രമാണ് നമ്മുടെ അറിവനുസരിച്ച് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഈ സംഭവ സമയത്ത് അമ്മയുണ്ടായിരുന്നില്ല. അമ്മ ഷോപ്പിംഗ് മാളിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. രാത്രി വൈകിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഇവർ അകത്തുനിന്ന് കതക് പൂട്ടിയ നിലയിലാണ്. അതിനുശേഷം തിരിച്ച് ബന്ധുവീട്ടിൽ പോകുന്നു. തിരിച്ച് വീണ്ടും ഈ കുട്ടിയെയും അച്ഛനെയും കാണാതായപ്പോൾ വന്ന് തുറന്നു നോക്കുമ്പോഴാണ് മരിച്ച നിലയിൽ കാണുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒന്നുകിൽ ആരെങ്കിലും ഈ പറഞ്ഞ അമ്മ അവിടെ ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും വരിക, അല്ലെങ്കിൽ മറ്റാരുടെയും സാന്നിധ്യം സ്ഥിരീകരിക്കാത്ത പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. അതൊരു പ്രശ്നമാണ്. ഈ 3 പേർ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനോട് പെരുമാറണം. അച്ഛനാണെങ്കിൽ ദീർഘകാലമായി ജോലിയില്ലാത്ത മാനസിക പ്രയാസവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട്. ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇത് കേസ് വിലയിരുത്തുമ്പോൾ പോലീസിന് തന്നെയും ഒരു വ്യക്തതയിലേക്ക് ഇതുവരെയും എത്താനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഈ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ, അത് ആ സമയത്ത് ഉള്ള കാര്യം, അതുമാത്രമല്ല ആ സമയത്തെ കാര്യം മാത്രം പരിഗണിച്ചാൽ പോലല്ലോ രഞ്ജിത്ത്. കാരണം ഇത് കുട്ടി കുറേ നാളുകളായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളത്തെ ഒരു ഹിസ്റ്ററി എല്ലാം തന്നെ എടുത്ത് പരിശോധിക്കേണ്ടി വരും. ഇവർ എത്ര നാളെ ആ വീട്ടിലേക്ക് വന്നിട്ട്, കഴിഞ്ഞ കുറച്ച് നാളുകളായി അവരവിടെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്, നമുക്കറിയാം ആ ഭാഗത്ത് താമസിക്കുന്നത്. ഇതിന് മുൻപ് എവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അവരൊരു കുടുംബ പശ്ചാത്തലം, വീട്ടിൽ പതിവായി വന്നു പോകുന്നവരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളോ മറ്റാരെങ്കിലോ. അതുമാത്രമല്ല ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ അത് കുറേ കൂടി സ്പഷ്ടമാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് ഒരുപക്ഷെ ഇതിലേക്കുള്ള ഒരു താക്കോലായിരിക്കാം. ആ കാരണങ്ങളും എന്താണ് എന്നത് സംബന്ധിയായ കാരണങ്ങൾ അപ്പോൾ അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ ആരുടെയും പേരോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ലീഡിലേക്കും പോലീസ് പറയുന്നില്ല. കാരണം ഇതൊരു പോക്സോ കേസാണ്, ഒരു കുട്ടിയുടെ ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതിൽ പിതാവും കുട്ടിയും മരണപ്പെട്ടിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നവരിൽ കൃത്യമായ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് പുറത്തു വരികയുള്ളൂ. അതിനുള്ള ഒരു സാധ്യതയും സാഹചര്യവുമാണ് പോലീസ് ഒരുക്കുന്നത്. ആ രീതിയിലുള്ളൊരു അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇനി അമ്മ മാത്രമാണല്ലോ ഡാനി, അമ്മ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ. ഈ അമ്മയ്ക്കാണെങ്കിൽ ഈ പീഡനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ഒരു വർഷമായി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടും അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കുട്ടിയുടെ എന്തെങ്കിലും അസ്വാഭാവിക പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ പീഡനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ആദ്യം അറിയേണ്ട ഒരാൾ അമ്മ കൂടിയാണ്. ആ അമ്മയ്ക്ക് പക്ഷേ ധാരണയില്ല എന്ന് വരുമ്പോൾ അന്വേഷണത്തെ വഴിമുട്ടിക്കുന്ന ഒന്നാണ്. പിതാവ് ജീവിച്ചിരിപ്പില്ല, കുട്ടി, ഇനി ആരുടെ പേര് പറയാൻ കുട്ടിയില്ല, കുട്ടിയും മരിച്ചു, ഇനി അമ്മ മാത്രമാണ്. ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രമാകും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടുക. അമ്മ ഇതിൽ എന്ത് പറയുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട് അറിയാം എന്നതാണ് ഇതിൽ അന്വേഷിക്കേണ്ടത്. പോലീസ് നിലവിൽ പറയുന്നത് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അറിയില്ല. അവർ പറയുന്ന മൊഴികൾ വിശ്വാസത്തിലെടുക്കാവുന്നതാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ ഈ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ്
പറയാതിരിക്കുന്നതും ആവാം. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വ്യക്തത വരണം. പോലീസ് വീണ്ടും അവരുടെ മൊഴിയെല്ലാം തന്നെ എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോണുകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആയിരിക്കും മുന്നോട്ട് പോവുക. കുറച്ചുകൂടി ശാസ്ത്രീയമായ തെളിവുകളും ഇതിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ഈ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ, അതിൽ പതിവില്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ചില നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തണമെങ്കിൽ മറ്റാരും അവിടേക്ക് വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതെല്ലാം പരിശോധിച്ച് വരുന്ന ഇയാളുടെ സുഹൃത്തുക്കൾ അത്തരം വിവരങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നു. മാത്രവുമല്ല, ഇയാൾ കഴിഞ്ഞ് കുറേയധികം നാളുകളായിട്ട് ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണത്തിലേക്ക് കൂടി അന്വേഷിക്കുന്നുണ്ട്. എവിടെയായിരുന്നു ജോലിയെന്നും എങ്ങനെ അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഒരു അമ്മയ്ക്ക് കൂടി ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ അന്വേഷണത്തിലൊരു വഴിയടഞ്ഞ സാഹചര്യം തീർച്ചയായും തന്നെ മുന്നിലുണ്ട്. പക്ഷേ അത് പോരാ. ഇതിൽ ഒരു കുട്ടിക്ക് നേരെ നടന്നിരിക്കുന്ന ഗുരുതരമായൊരു കുറ്റമാണ്. സത്യം പുറത്തു വരേണ്ടതുണ്ട്. ആരാണ്, എന്താണ് ഈ ഒരു ഇതിന് ഉത്തരവാദി, ഏത് നരാധവൻ ഇതിന് ഉത്തരവാദിയാണ് എന്നതെല്ലാം തന്നെ കൃത്യമായി അറിയേണ്ടതുണ്ട്. അതിൽ നിലവിലെ ഒരു സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മാത്രമായിരിക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ആരെങ്കിലും അവിടേക്ക് വന്നിട്ടുണ്ടോ, വരാറുണ്ടോ എന്നത് പരിശോധിക്കണം. അത് ആരുമില്ലായിരുന്നോ എന്നതെല്ലാം തന്നെ പോലീസിൻ്റെ പരിശോധനയിലേക്ക് വരുന്നുണ്ട്. ശരി, ഡാനി വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.